സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2. ബാഡ് ബോയ്സ് ആൻഡപ്പൻ മേക്കാട്ടുക്കുളം ആൻഡപ്പൻ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ചാലഞ്ചിങ്ങും ഡിഫിക്കൽട്ടായ ഒരു ക്യാരക്ടറാണ്. അതിൽ എൻ്റെ ഒരു പ്രത്യേകത തോന്നിയത് ഇപ്പം എന്തും തുറന്ന് സംസാരിക്കും, ഞാനും അങ്ങനെ തുറന്ന് സംസാരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ടോണിൻ്റെയൊക്കെ ചിലത് ഹേർട്ടാവും. ധ്യാൻ അങ്ങനെയില്ല. ധ്യാൻ ആരും എന്തും പറയാം. ഇന്നസെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ആ ക്വാളിറ്റി അല്ലേ? അച്ഛനെ പോലെയാണ് പുള്ളി. വിനീതനല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. അത് എന്തും തുറന്ന് സംസാരിക്കും. ശ്രീനേട്ടൻ ആ ഒരു ക്യാരക്ടറാണ് ധ്യാൻ്റെ. എനിക്ക് ബ്ലാക്കിലെ ഡയലോഗില്ലേ, ഇക്ക ഇങ്ങനെ എഴുതുമ്പോൾ മമ്മൂക്ക പറയുന്നത്, ഞാനത് ബ്ലാക്ക് ആ ഡയലോഗ് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് ഇക്ക പറയില്ലേ നിൻ്റെ പേരൊന്ന് പറഞ്ഞിട്ട് പോ എന്നൊക്കെ പറയുന്ന അതാണ്. ഞാൻ ആ ഫുൾ ഡയലോഗൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒന്ന് ആലോചിക്കും. അന്നത്തെ സമയം നമുക്കിത് CD ഒക്കെ സമയം പിന്നല്ലേ ഉള്ളൂ. ഈ ഡയലോഗ് പഠിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പോയി പടം കണ്ടു ബ്ലാക്ക്. അപ്പോൾ ഒരു പടം 100 ദിവസം ഓടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഡയലോഗ് പഠിക്കാൻ വേണ്ടിയാണ് ആയിരിക്കണം. ഒരുപാട് പേരുണ്ടാവില്ലോ നിന്നെ പോലെ ഡയലോഗ് പഠിക്കാൻ വേണ്ടി. എൻ്റെ ഒരു വ്യൂവിൽ ഈ സിനിമ ഇപ്പം ഞാൻ ടോട്ടൽ കണ്ടതും നമ്മൾ ചെയ്തും വെച്ചിട്ട് ആക്ച്വലി നമുക്കൊരു ട്രോൾ സിനിമ എങ്ങനെ ഉണ്ടാവും, ഒരു ഗാങ്സ്റ്റർ കോമഡി എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും? ഹിറ്റാവുന്ന ഞാനൊരു സിനിമ ഞാൻ ഹിറ്റാവുന്നു ചിന്തിക്കാറില്ല. നല്ല സിനിമ ആയിരിക്കണം എന്നാണ് ഞാൻ ആദ്യം എൻ്റെ മനസ്സിലായത്. ഇപ്പം എനിക്കത് കഥ നന്നായി തോന്നിയാൽ അത് ഞാൻ ചെയ്തിരിക്കും. ഇപ്പം ധ്രുവങ്ങൾ 16 ഒരു 3-4 മാസം എടുത്തു ഞാനൊരു യെസ് പറയാൻ. എല്ലാവർക്കും തമാശ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കാണെങ്കിലും സെന്തിനാണെങ്കിലും ഇക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മൾ തമാശ ചെയ്യുന്ന കൂടുതലാണോ എന്നൊരു തോന്നലുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കുറേയൊക്കെ റിയലിസ്റ്റിക് ആയാലും ഇപ്പോൾ കുറേ അഭിനയമൊക്കെ. ഈ സിനിമ പക്ഷേ ഇത്തിരി ലൗഡാണ്, ആവേശം പോലെ ലൗഡാണ്. ഓക്കെ അല്ലടാ, ഓക്കെ അല്ലേ? ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ലൊരു ഡൗട്ട് ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഓപ്പോസിറ്റ് ഞങ്ങളൊരു ആർട്ടിസ്റ്റ് വന്നു. ആരാന്നൊന്നും പറയില്ല. അയാളുടെ ഒരു കളി കണ്ടു, വൻ കളി. ആ കളി കണ്ടു കഴിഞ്ഞപ്പോൾ ഇക്ക എന്നെ പേടിക്കണ്ട, നമ്മൾ സേഫാ, എന്തെങ്കിലും ടീമം കൊണ്ടുപോകോളൂ. വെൽക്കം ടു ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് 2 ബാഡ് ബോയ്സ് ആണ്. സോ ലെറ്റ് മീ വെൽക്കം റഹ്മാൻ സാർ ആൻഡ് ബിബിൻ ജോർജ്. സോ രണ്ടുപേർക്കും വെൽക്കം ടു ഷോ. ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പേര് ഫസ്റ്റ് കേൾക്കുമ്പോൾ ഉള്ളൊരു റിയാക്ഷൻ എന്തായിരുന്നു? കഥ പറയുമ്പോൾ ഉണ്ടോ? കഥ പറയുമ്പോൾ ടൈറ്റിൽ അപ്പം തന്നെ ഫിക്സ് ചെയ്തിരുന്നു ബാഡ് ബോയ്സ്. ഈ ടീസറിലും ട്രെയിലറിലും ഫസ്റ്റ് ലുക്കിലൊക്കെ ഞങ്ങൾ കാണാൻ സാധിച്ച ഒരു റഹ്മാനൊക്കെ ഉണ്ട്. ഈ പലരും പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. പലരും ഈ ഭയങ്കര റൈറ്റപ്പുകൾ എഴുതുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവെയർ ആണോ? ആളുകൾ എഴുതുന്നതും പറയുന്നതിനെ കുറിച്ച് നല്ലതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. പൊതുവെ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷൻസ് എന്തായിരിക്കും? അവര് പറയാൻ പോകുന്നതിനെ കുറിച്ച് ചില മുൻധാരണകളൊക്കെ ഉണ്ടാവും. എന്ത് എങ്ങനെ കഥ വന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ പറയല്ലോ സാർ, ഒരു കഥ പറയാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. അവര് വന്ന് പറയണതിന് മുമ്പ് അവരെ കുറിച്ച് ഒരു മുൻധാരണയൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. കാരണം ഒരു ഡയറക്ടറോ ആരെങ്കിലും എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഒരു പല സെക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. മീൻസ് പെട്ടെന്ന് വന്ന് ചാടി എൻ്റെ മുന്നിൽ കഥ പറയലല്ലോ. ഞാൻ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഓക്കെ ഉമർ ലുലു ആണെങ്കിൽ ഓക്കെ വരാൻ പറയും, കാണാൻ കേൾക്കാം എന്ന്. അവന് എൻ്റെ മാനേജറുണ്ട്, അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാണ് അങ്ങനെ അവരൊരു പ്രോജക്റ്റ് വിഷയമായിട്ട് വരുന്നത്. പിന്നെ പ്രൊഡ്യൂസർ വിളിക്കുന്നു, അബാൻ മൂവീസ്, ഇതൊക്കെ അത് ആ ഒരു എന്താ ആദ്യത്തെ ആ ഒരു ഇത് നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കഥ കേൾക്കൽ ഒക്കെയാണ് സംഭവം. അങ്ങനെ തുടങ്ങി. ഇക്ക തരുന്ന സ്പേസ് അല്ലേ, അങ്ങനെയല്ലേ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഉള്ളൂ. കാരണം ഞങ്ങൾ ആരും ഒരുമിച്ച് അഭിനയിച്ച ആർട്ടിസ്റ്റുകളല്ല 4 പേരും. അപ്പം ഇക്ക ഞാൻ ആദ്യം ശ്രമിച്ചത് ഇക്കേനോട് ഞാനൊരു നടനാണ് ഇക്ക, ഞാനിവിടെ ഉള്ള ആളാണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിരുന്നു എനിക്ക് ആദ്യത്തെ പണി. കാരണം ഞാൻ ഇക്കൊക്കെ ഇടയ്ക്ക് എൻ്റെ പാട്ടുകൾ, ഞാൻ അഭിനയിച്ച സീനുകളൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. ഇക്ക കേട്ടിട്ടുണ്ടായിരുന്നു. ഇക്ക എവിടെയോ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെന്തിലും അല്ല കേട്ടല്ലേ, ഞാൻ സ്റ്റഡി ചെയ്തു. ഒരു ക്യാരക്ടേഴ്സ് കാസ്റ്റിംഗ് ഇടുമ്പോഴൊക്കെ ബിബിനാണെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളിയുടെ സിനിമകളുടെ ചെറിയ ബിറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ. അടിപൊളി നല്ല സിനിമയല്ലേ, വിജയിച്ച സിനിമയല്ലേ അത്. അല്ല, ഈ റഹ്മാനോട് പൊതുവെ നമ്മളെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വർക്കുമ്പോൾ ഒരു ചെറിയൊരു ഐസ് ബ്രേക്കിംഗ് പരിപാടി ഉണ്ടല്ലോ. ചെറിയൊരു ഇപ്പൊ ഡയലോഗ് ഒക്കെ പറയുന്ന ചെറിയ ടെൻഷൻ ഉണ്ടാവുക.
അതൊക്കെ എങ്ങനെ? കാരണം ഇത് ഔട്ട് ആൻഡ് ഔട്ട് നിങ്ങൾ 4 പേരും എല്ലാ സീനിലും മിക്ക സീനുകളും ഉണ്ട്. ട്രെയിലർ കാണിക്കുന്ന പാട്ട്, ഡാൻസ്, കുത്ത് എല്ലാ പരിപാടിയിലുണ്ട്. എങ്ങനെ അത് റാപ്പോ സെറ്റ് ആയിരിക്കും രണ്ടാമത്തെ ദിവസം? അത് രണ്ടാമത്തെ ദിവസമല്ല, ഫസ്റ്റ് ദിവസത്തെ നീ പറഞ്ഞ പോലെ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കും സെന്തിലും ഉണ്ടായിരുന്നു. ആൻസർ ഉണ്ടാകുന്ന സത്യത്തിൽ അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എങ്ങനെ ഡയലോഗ് പറയും, ആകെ ചെറിയ ഡയലോഗ് തന്നെ, പക്ഷെ അത് പറയാൻ തന്നെ നമ്മൾ ഭയങ്കര പാനിക്കായിരുന്നു. ഭയങ്കര ടെൻഷനിലാണ് നിന്ന് വെച്ചാൽ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആൻസിന്റെ ടെൻഷൻ അറിയാത്തത് എന്താ അറിയോ, അവന്റെ മുടിയൊക്കെ ഇങ്ങനെ കവർ ചെയ്തിരിക്കും, കംപ്ലീറ്റ് താടിയും മീശയൊക്കെ, എക്സ്പ്രഷൻ പിന്നെ കണ്ണടയും അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്നും അറിയുന്നില്ല. അപ്പോൾ പക്ഷേ എപ്പോഴാണ് ഇത് ഐസ് ബ്രേക്ക് ആവുന്നതെന്ന് വെച്ചാൽ, ഒരു സീന് എനിക്ക് തോന്നുന്നു, എന്തോ ഒരു സീന് നമ്മൾ എന്തോ അവിടെ ഒരു കാര്യം പറഞ്ഞു ഞാൻ, അതിക്ക റിസീവ് ചെയ്തിട്ട് അതിക്ക അതുപോലെ തന്നെ ഷോട്ടിൽ പെർഫോം ചെയ്തു. അപ്പോഴാണല്ലോ ഓക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യം എടുത്തല്ലോ. അവിടെയാണ് അത് എൻ്റെ ഉള്ളിൽ ഐസ് ബ്രേക്ക് ആയത്. അന്ന് വൈകുന്നേരം തന്നെ സെന്തിലും പറഞ്ഞേടാ ഇപ്പം ഇക്ക സിങ്കായി വരുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് പേടിയാണ്. കാരണം പടം മൊത്തം ഈ കൂട്ടുകാരുടെ കഥയാണ്, ഇത് സൗഹൃദത്തിൻ്റെ കഥയാണ്. 4 പേര് അതായത് ആൻ്റപ്പൻ എന്ന് പറഞ്ഞ ആള് 4 പേരും പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന, അനിയന്മാരെ പോലെ കൊണ്ടു നടക്കുന്ന ഇതാണ്. ആൻ്റപ്പന് വേണ്ടി ചാവാനും ഒളിച്ചോടാനും പറച്ചില് മാത്രമേ ഉള്ളൂ കേട്ടോ. ചാവാൻ പറയുന്നുണ്ട്. പക്ഷെ ഇക്ക ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഓടിക്കളെ. അപ്പോൾ അതാണ് അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഐസ് ബ്രേക്ക് ആയത്. ഈ രാത്രി ലൂഡോ കളിക്കുന്ന പരിപാടി എങ്ങനെയാണ്? നടുക്കൊണ്ടേ ഐപാഡ് വെക്കും. അതൊക്കെ അറിഞ്ഞോ? കേട്ടു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കളി കളിക്കുന്നത് ഈ ഒരു സെറ്റിലാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ ബാഡ് ബോയ്സ്, ആൻ്റപ്പൻ, മേക്കാട്ടുക്കുളം ആൻ്റപ്പൻ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ചാലഞ്ചിങ്ങും ഡിഫിക്കൽട്ടായ ഒരു ക്യാരക്ടറാണ്. കാണുമ്പോൾ വളരെ ഈസിയും ജോവിലായിട്ട് തോന്നും, പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വരുന്നു. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിൽ നിന്ന് മാറി വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ, കാരണം എന്നെ ഒരിക്കലും പ്രേക്ഷകർ ഇങ്ങനെ കണ്ടിട്ടുമില്ല ഈ അടുത്ത കാലത്ത്. ആൻഡ് അതിനെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ വളരെ നാച്ചുറലായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരണം. അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വെറും ഡയലോഗ് പറയൽ മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ ഷേപ്പും ഒക്കെ മാറി ഒരു ആൻ്റപ്പൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരണം. ആദ്യം എന്താ പറയുക, എൻ്റെ ഹെയർ സ്റ്റൈലും താടിയും പിന്നെ ഇടുന്ന ഡ്രസ്സ് അത് ഒരു 10%. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ശരീരം കൊണ്ടും ഇതുണ്ട്. പിന്നെ മാത്രമല്ല ഈ ക്യാരക്ടേഴ്സിന് കൂടെ 4 പേരുണ്ട്, ഈ 3 പേരുണ്ട്. ഇത് നമ്മൾ ഒരുമിച്ച് സ്കൂൾ പഠിച്ചു. പക്ഷെ ഞാനാണെങ്കിൽ ബിബിനോ, സെന്തിലിനോ, ആൻസൺ പോലുള്ള സെറ്റിൽ വന്നിട്ടാണ് കാണുന്നത്. നമുക്ക് നേരത്തെ വർക്ക് ചെയ്തതിന് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു ബായ് ഒന്നുമില്ല, എല്ലാം ആ സെറ്റിൽ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ സീൻ എടുത്ത ഉടനെ സീൻ തന്നെ നമ്മൾ ഒരുപാട് വർഷത്തെ സ്നേഹം കാണിച്ച് വേണം ഓരോ സീനും പോയിക്കൊണ്ടിരിക്കാൻ. അതിൻ്റെ അവർക്കും ഉണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പ്, എനിക്കും ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാർമാർ അന്നത്തെ അവരല്ല. ഇന്ന് ഇവർ പ്രസൻറ്റ് ജനറേഷൻ ആക്ടേഴ്സുമാണ്, ഹീറോസാണ്, എല്ലാമാണ്. അപ്പം നമ്മൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടായിരുന്നു. ഇതിനെങ്ങനെ ഞാൻ ആ ഒരു കെമിസ്ട്രി കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഞാൻ മാറണം. ഞാൻ കുറച്ചുകൂടിയും എൻ്റെ മറ്റുള്ള ആ ഒരു സ്റ്റാർഡം ഒക്കെ ഒന്ന് തള്ളി മാറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ഇവർക്കും ആ കംഫർട്ടബിലിറ്റി കൊടുക്കണമെന്നായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. പിന്നെ അതേപോലെ അവർ എനിക്ക് തന്ന ആ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു സ്നേഹം, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അത് ഒരു ഇതാണ്. ശരിക്കും ആൻ്റപ്പനും പിള്ളേരും എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ആ 50 ദിവസം അങ്ങനെ തന്നെയാണ് സ്നേഹം മെയിൻറ്റെയിൻ ചെയ്തത്. ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. ആൻ്റപ്പേട്ടൻ്റെ പിള്ളേർ അങ്ങനെ. അതിപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ ശരിക്കും വിചാരിച്ച് ഇക്ക വെറുതെ എന്നെ പേടിപ്പിച്ചായിരുന്നു. കാരണം ഈ ക്യാരക്ടർ വിട്ട് കഴിയുമ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു, ഞാൻ ഈ ക്യാരക്ടർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ ആയിരിക്കില്ലട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ പുള്ളി ഹലോ പറയൂ. അപ്പോൾ ഞാൻ ഇക്ക പറയൂ ബിബിൻ, ഭയങ്കര സീരിയസ്. എന്തിനാ വിളിച്ചത്? ഞാൻ തിരക്കുള്ള ആളല്ലേ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇക്ക എന്ന് പറഞ്ഞാൽ വേടാടാ വെറുതെ പറഞ്ഞാടാ. പക്ഷെ ഈ നിമിഷം വരെ ഇക്ക നമ്മളെ ചേർത്ത് നിർത്തിയിട്ടുള്ളൂ. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ, ഈ ആൻ്റപ്പനും പിള്ളേരുടെയും കെമിസ്ട്രി തന്നെയാണ് ഈ സിനിമയുടെ ഒരു കളർ. ഈ ബാഡ് ബോയ്സിന്റെ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴേ നിങ്ങൾക്ക് എത്രത്തോളം എക്സൈറ്റ്മെന്റ് അതിനകത്ത് ഉണ്ടാവുന്ന അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഓരോ സ്റ്റേജിലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഇത് തുടങ്ങുന്ന ഇതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി,
പിഷാരടി, അജു വർഗീസ് ചേട്ടൻ ഓരോ സ്റ്റേജിലും ഇത് വലുതായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഫാൻ ബേസ് ഒരു സൈഡില്, ഇപ്പുറത്തെ സൈഡിൽ ഇവരെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഓഡിയൻസ് ഭയങ്കരമാണ്. ശരിക്കും ഇത്രയും വലിയ സിനിമയാണെന്ന് കമ്മിറ്റ് ചെയ്യാൻ പറയായിരുന്നു. ഇല്ല, സ്റ്റാർ കാസ്റ്റ് വരുമ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഓക്കെ, ഒരു ഓണത്തിന് റിലീസ് ഇത്രയും ആർട്ടിസ്റ്റും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കളർ, ഒരു മാജിക്ക് കൊണ്ടുവന്ന് അത് ഡയറക്ടറിന് കൊണ്ടേ പറ്റൂ. നമുക്ക് ഈ കഥ കേൾക്കലും സംസാരിക്കും പറയുന്നത് അഭിനയിച്ച് അങ്ങ് പോകാമെന്നല്ലാതെ ഇത്ര വലിയൊരു സ്കെയിലിലേക്ക് എത്തിച്ചത് ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഉമർ ലുലു, സാരംഗ് ആൻഡ് പ്രൊഡ്യൂസർ എബ്രഹാം മാത്യൂസ്. ആ, ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് അവിടെയൊക്കെ. മീൻസ് ജസ്റ്റ് ഒരു ഇത് ഭയങ്കര ഇതല്ല, അതേപോലെ തന്നെയാണ് പുള്ളിയുടെ ആ നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ പോലെയാണ് പുള്ളി, വിനീതനല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. എന്തും തുറന്ന് സംസാരിക്കും ശ്രീനേട്ടൻ. ആ ഒരു ക്യാരക്ടറാണ് ധ്യാൻ്റെ. ആൻഡ് ലൊക്കേഷനിൽ വരെ എനിക്ക് ആ ക്യാരക്ടർ, ആ ഇതാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കഥയിൽ. ധ്യാൻ്റെ ഒരു പ്രത്യേകത തോന്നിയത്, ഇപ്പം എന്തും തുറന്ന് സംസാരിക്കും. ഞാനും അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ടോണിൻ്റെയൊക്കെ ചിലർക്ക് ഹേർട്ട് ആവും. ധ്യാൻ അങ്ങനെയില്ല. ധ്യാനിന് ആരെന്തും പറയാം. ഇന്നസെന്റ് ആയിട്ടുണ്ടായിരുന്നു ആ ക്വാളിറ്റി അല്ലേ? ആ, അത് പുള്ളി എല്ലാവരും കളിയാക്കും. ഒരു പരിചയമില്ലാത്തവരെയും കളിയാക്കുന്നുണ്ട്. അതിൽ കൂടി വഴി കൂടി പോണ ഉറുമ്പിനെ വരെ പുള്ളി കളിയാക്കി വിടും. പക്ഷെ ആ ഉറുമ്പിനെ വേദനിക്കാതെയാണ് പുള്ളി ചെയ്യുന്നത്. അത് അയാളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ബാബുചേട്ടനായിട്ട് ബാബുചേട്ടന്റെ ഫസ്റ്റ് പടത്തില് റഹ്മാനൊക്കെ നായകനായിരുന്നു, പുള്ളി വില്ലനായിരുന്നു. ഞങ്ങള് ചിലമ്പ് കഴിഞ്ഞിട്ട് അതോടെ ഞങ്ങളുടെ ബന്ധം തീർന്നില്ല. ഞങ്ങളിപ്പോഴും ടച്ചിലായിരുന്നു. മൊബൈൽ ഫോൺ വന്നതിന് ശേഷം മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യാറുണ്ട്. പുള്ളി അമേരിക്കയിൽ പോയിരുന്നു. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഡെയിലി അല്ല, മാസത്തിൽ 1-2 തവണ ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ഇഷ്ടമാണ് ബാബുവിനെ. എൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെയൊന്നുമല്ല. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ബ്ലാക്ക് എന്നൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴിൽ പൊന്നിയിൻ സെൽവൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇതിൽ, പിന്നെ ഈ ക്യാരക്ടർ ഈ സിനിമയിൽ ആദ്യം ഉമർ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പം കാസ്റ്റിങ്ങിനെ പറ്റിയെല്ലാം കാണിച്ചു തന്നു ഇയാളിൽ നിന്ന്. അപ്പം അതിൽ ബാബു ആൻ്റണി ഉണ്ടായിരുന്നു, ഷീലു ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മറ്റുള്ളവർ എനിക്ക് അത്ര ഒരു മിസ്കാസ്റ്റ് പോലെ തോന്നിക്കുന്നു, നമുക്കതൊക്കെ മാറ്റിയെടുത്തിട്ട് നമുക്ക് ഡേറ്റ് വെച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് മാറിയത്. അപ്പം എനിക്ക് ആ ക്യാരക്ടർ ബാബു ആൻ്റണി തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമായിരുന്നു. കാരണം ഒന്ന്, എനിക്ക് ബാബു ആൻ്റണിയെ കാണണം. പിന്നെ ആ ക്യാരക്ടർ ബാബു അല്ലെങ്കിൽ വേറെ ആർക്കും ചെയ്യും. അത്രയും ആ ഒരു ശക്തിയുള്ളൊരു ക്യാരക്ടറാണ്. ഈ പടത്തിൻ്റെ ഒരു പില്ലറാണ് പുള്ളി. ഞാൻ പറഞ്ഞു, അമരക് ബ്രഹ്മണി സമയത്ത് അമേരിക്കയിൽ വെച്ചിട്ടാണ് ഞാൻ ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് അമരക് ബ്രഹ്മണി ഇറങ്ങിയിട്ടില്ല. ഞാനും വിഷ്ണുവാണ് ആ ഷോ എഴുതിയത്. ജയറാം ഷോ ആയിരുന്നു അത്. അപ്പോൾ ആ ഷോ നടക്കുമ്പോൾ ഇതിൻ്റെ ട്രെയിലർ, അമരക് ബ്രഹ്മണിയുടെ ട്രെയിലർ നാദൃഷിക എല്ലാ ആളുകൾക്കും വേണ്ടി കാണിച്ചു അവിടെ. അപ്പോൾ അന്ന് എൻ്റെ ഒപ്പം നിന്നിട്ട് എന്നോട് പറഞ്ഞു ഈ പടം നന്നാവും എന്ന് പറഞ്ഞ ആളാണ് അത്. എനിക്ക് അതിലും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാലേ, ഞാനത് പറയാൻ മറന്നു കേട്ടിക്ക. ഞാൻ ഒരു സിനിമയിലെ ഡയലോഗ് ഇങ്ങനെ കണ്ടിന്യൂസ് പഠിച്ച നമ്മൾ മിമിക്രി ചെയ്യുമ്പോൾ കുറച്ച് ഡയലോഗുകളൊക്കെ പഠിച്ചാലും എനിക്ക് ബ്ലാക്കിലെ ഡയലോഗില്ലേ, ഇക്ക ഇങ്ങനെ കേൾക്കുമ്പോൾ മമ്മൂക്ക പറയുന്നത്, ഞാനത് ബ്ലാക്ക് ആ ഡയലോഗ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇക്ക പറയില്ലേ നിൻ്റെ പേരൊന്ന് പറഞ്ഞിട്ട് പോ എന്നൊക്കെ പറയുന്ന അതാണ്. ഞാൻ ആ ഫുൾ ഡയലോഗൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ആലോചിച്ച് അന്നത്തെ സമയം നമുക്കിത് CD ഒക്കെ സമയം പിന്നല്ലേ ഉള്ളൂ. ഈ ഡയലോഗ് പഠിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പോയി പടം കണ്ടു ബ്ലാക്ക്. ആ മരിച്ചു കിടക്കുമ്പോൾ മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് ഇല്ലേ. അപ്പം ഞാൻ അന്ന് അതൊക്കെ ഇങ്ങനെ കാണപ്പെടാൻ പഠിക്കുമ്പോൾ നമുക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റുമോ ഈ മനുഷ്യനായിട്ട് ഞാൻ കൂടെ അഭിനയിക്കുമെന്നും ഇത്രയും സ്നേഹമാവുമെന്നും. അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഒരു പടം 100 ദിവസം ഓടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഡയലോഗ് പഠിക്കാൻ വേണ്ടിയാണ് ആയിരിക്കണം. ഒരുപാട് പേരുണ്ടാവില്ലോ നിന്നെ പോലെ ഡയലോഗ് പഠിക്കാൻ വേണ്ടി. ഞാനത് ആ ഡയലോഗ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്നുള്ളതാണ്. പറയണോ? പറയട്ടെ. മമ്മൂക്കയുടെ സ്റ്റൈലിലൊന്നുമല്ല ആ ഡയലോഗ് ഞാൻ പറയാം. തെരുവിലെറിഞ്ഞിടക്കുന്ന കൊച്ചുകുട്ടിയെ ശാസിക്കും പോലെ ഞാൻ പുറകെ നടന്ന് ശാസിച്ചു. കേട്ടില്ല. പേപ്പട്ടികൾ വാഴുന്ന ഇടവഴികളിൽ നിന്നെ കാത്തിരിപ്പുണ്ട് മരണം എന്നുകൂടി ഞാൻ പറഞ്ഞു. നിനക്ക് ധൃതിയായിരുന്നു ഒരു കത്തിമനെ പേടുങ്ങാൻ. ആർക്കെന്ത് ചെയ്തം, എനിക്കെന്ത് ചെയ്തം. കൂടപ്പിറപ്പിൻ്റെ ശവം കാണുമ്പോൾ ഒരുത്തൻ ചങ്കേരി കരയട്ടെ. ഷൺമുഖരുന്ന് കന്നിക്കാഴ്ചയൊന്നുമല്ല. എങ്കിലും നെഞ്ചിൽ എവിടെയോ ഒരു നീറ്റൽ, എവിടെയോ ഒരു കലക്കം. അതേടാ പൊന്നി, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു.
ഇത് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുമില്ല. ഫസ്റ്റ് ടൈമാണ്. ഞാൻ സ്റ്റേജിലും ചെയ്തിട്ടില്ല, ഇന്നേ വരെ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ഇക്കടെ മുമ്പിൽ ഇത് പറഞ്ഞു. താങ്ക് യു. ഈ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ട് പറയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വേഷം ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ ഒരു ഭയങ്കര ഫാൻ ബോയ് ഉണ്ടാവുമല്ലോ, അവര് കണ്ടു വളർന്ന സിനിമയുടെ ഒക്കെ. അതൊക്കെ ഉണ്ടാവണം, അതൊക്കെ ഉണ്ടെങ്കിലേ വർക്കൗട്ട് ആവും. അത് അവരോട് ചോദിക്കാറുണ്ടോ എന്താണ് എന്നിൽ കണ്ടൊരു ഭയങ്കര ഫാക്ടർ എന്നുള്ളത്? അത് ഓപ്പണായിട്ട് നമ്മൾ അങ്ങോട്ട് സംസാരിച്ചില്ല. എന്നാലും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിൽ എന്താ ഈ കണക്ട് ചെയ്യുന്ന ഈ ക്യാരക്ടറുമായിട്ട്. കേൾക്കാനൊക്കെ സുഖമാണ്, പക്ഷേ ഞാനെങ്ങനെ ഇത് ചെയ്യും? അപ്പോൾ എനിക്ക് പുള്ളിയേക്കാൻ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾ ചെയ്യും, സൂട്ടാവും എന്നൊക്കെ പറഞ്ഞു. ആദ്യം എനിക്ക് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. എന്നെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലേ എന്നൊക്കെയായിരുന്നു. പക്ഷേ പുള്ളി തന്ന ഒരു ഉറപ്പും ധൈര്യവുമാണ് ഞാൻ ഈ ആൻറ്റിപ്പലിനോട്ട് ഇറങ്ങിയത്. ശരിക്കും ഇല്ലേ, ഈ സിനിമ നമ്മളിപ്പോൾ പല രീതിയിലാണ് ആളുകളിലേക്ക് എത്തിയേക്കുന്നത്. ആക്ഷൻ പടമാണെന്ന് പറയുന്നുണ്ട്, കളർ പടമാണ്, എല്ലാം ഉണ്ട്. എൻ്റെ ഒരു വ്യൂവിൽ ഈ സിനിമ ഇപ്പോൾ ഞാൻ ടോട്ടൽ കണ്ടതും നമ്മൾ ചെയ്തും വെച്ചിട്ട് ആക്ച്വലി നമുക്കൊരു ട്രോൾ സിനിമ എങ്ങനെ ഉണ്ടാവും, ഒരു ഗാങ്സ്റ്റർ കോമഡി എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും, അതാണ് ശരിക്കും എനിക്ക് തോന്നിയേക്കുന്നത്. അങ്ങനെയല്ല തോന്നുന്നത്. ഓക്കെ ഫൈൻ, അത് മതി. ഒരുപാട് ഫൈറ്റ് അങ്ങനെ അല്ല. ഗാങ്സ്റ്റർ കോമഡി എന്ന് പറഞ്ഞാൽ ഗാങ്സ്റ്റർ എന്ന് വെച്ചുകൊണ്ട് ഒരുപാട് ഫൈറ്റ് ഉണ്ടാവണമെന്നില്ല, അത്യാവശ്യം എല്ലാം ഉണ്ട്. ഫൈറ്റ്സ്, ആ ഒരു പാക്കേജ് എൻ്റർടൈൻ, ഒരു ഫെസ്റ്റിവൽ മോഡലുള്ള ഒരു സിനിമ. അതായത് ഒരു കഥ നോക്കി ഇത് നോക്കി പോകുന്നതല്ല ഇത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഈ ട്രാഫിക്കിന്റെ കഥ ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഹിറ്റ് ആകുന്നൊരു ഇൻഡ്യൂഷൻ ഭയങ്കരമായിരുന്നു. ഹിറ്റ് ആവുന്ന ഞാൻ ഒരു സിനിമ കഴിയുമ്പോൾ ഞാൻ ഹിറ്റ് ആവുമെന്ന് ചിന്തിക്കാറില്ല. നല്ല സിനിമ ആയിരിക്കണം എന്നാണ് ഞാൻ ആദ്യം എൻ്റെ മനസ്സിലായത്. അപ്പം എനിക്കത് കഥ നന്നായി തോന്നിയാൽ അത് ഞാൻ ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയാൽ അത് ഹിറ്റ് ആവുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് ഇപ്പോഴും ഒരു ഇപ്പൊ മലയാളത്തിൽ നല്ല പല പാത്ത് ബ്രേക്കിംഗ് സിനിമകളിലൊക്കെ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഹിറ്റ് സക്സസിന്റെ ഫോമുല ആർക്കും അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാ സിനിമകളും ഹിറ്റ് ആക്കിയിരുന്നു. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. പുതിയ സിനിമകളുടെ ഈ പറയുന്ന ബ്രേക്ക്, അതായത് ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു കൾട്ട് എന്ന് പറയുന്ന അങ്ങനത്തെ സിനിമകൾ ഇക്കാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇപ്പൊ ധ്രുവങ്ങൾ 16 അയാളുടെ ഒരു ഏജും വെച്ചിട്ട് വന്ന് കഥ പറയുമ്പോൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പോയിന്റ്. ഓഫ്കോഴ്സ് നല്ല ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്ത് വന്നാൽ നമുക്ക് തോന്നുമല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ ഇൻപുട്ട്, അയാളുടെ പാഷൻ, ആ ഒരു സംവിധായകൻ്റെ സ്ട്രെയിൻ ഒക്കെ എടുത്ത് നമുക്ക് ഒരു ഓറ കിട്ടും, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. ഇവൻ ധ്രുവങ്ങൾ 16 ഒരു 3-4 മാസം എടുത്തു ഞാനൊരു യെസ് പറയാൻ. കാരണം ഒന്ന് പുതിയ ഇതാണ്, ഇത് ചെക്കനാണ്, 21-22 വയസ്സ് പ്രായമുള്ളൂ. പിന്നെ ആ മൊത്തം ക്രൂ അത്രേ ഉള്ളൂ, 29 വയസ്സ് വരെ 30 വയസ്സ് വരെ. എല്ലാവരും പുതുമുഖങ്ങളാണ്, ചെറുപ്പക്കാരാണ്. ആൻഡ് ഇവർ എന്നെ വെച്ചൊരു സിനിമ, അതും ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ, അഭിനയിക്കുന്നവരൊക്കെ പുതുമുഖങ്ങൾ, മ്യൂസിക് ഡയറക്ടർ ഉൾപ്പെടെ, ക്യാമറമാൻ ഉൾപ്പെടെ. അപ്പം സെയിലബിലിറ്റി, മാർക്കറ്റിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. പിന്നെ എക്സ്പീരിയൻസ്, എല്ലാവർക്കും കഥ പറയാം, കുറച്ച് കാശുണ്ടെങ്കിൽ സിനിമ എടുക്കാം. പക്ഷേ ഒന്ന് ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് പടം തീരുമോ, പകുതിയിൽ നിന്ന് പോവോ എന്നുള്ളൊരു ടെൻഷൻ ഞാൻ ഫീൽ ചെയ്യും, റിയലൈസ് ചെയ്യും. കാരണം ഒരു പ്രൊഡ്യൂസറുടെ സ്ഥാനത്ത് പോലും ഞാൻ നിന്ന് ആലോചിക്കും, ഇവരെ കൊണ്ടത് പറ്റുമില്ല, വെറുതെ പൈസയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അഫ്കോഴ്സ് ഫ്രീ ആയിട്ട് ചെയ്യില്ല, അത് വേറെ. എന്നാൽ പോലും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നതാണ്. പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് എൻ്റെ അടുത്ത് വരുന്നവരാണ്, അതിൽ നിന്ന് ഞാൻ നോക്കി ഏതാ നല്ലത്, എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് മനസ്സ് കൊണ്ട സിനിമകളാണ് മാത്രമേ ഞാൻ ചെയ്യുന്നത്. അല്ല, നിങ്ങൾ പറഞ്ഞതിൽ ഈ ട്രാഫിക് എന്നുള്ള സിനിമ നമ്മൾ ഈ ധ്രുവങ്ങൾ 16 പോലെ പറയേണ്ട പടമാണ്. കാരണം അതിന്റെ പ്രൊഡ്യൂസർ ഈ പറഞ്ഞ പ്രായത്തിലാണ് തോന്നുന്നു, ലിസൺ ചേട്ടൻ. 2 ഹൃദയത്തെ സൂക്ഷിക്കാൻ എന്ന് പറയുന്ന പരാജയ ചിത്രത്തിന് ശേഷമാണ് മറ്റേ നമ്മുടെ അതിന്റെ ഡയറക്ടർ രാജേഷ് പിള്ള ഇത് ചെയ്യുന്നത്. 100% ഉറപ്പാണ് ആ കഥ നെറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിന് മനസ്സിലാവുന്നത്. അതെനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. പോയിന്റ് കിട്ടിയോ? ഒരു കഥ ഇപ്പം ഈ ബാഡ് ബോയ്സിൻ്റെ ഒരു പ്ലോട്ട് പറയുമ്പോൾ നമുക്ക് ആവുക ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ പ്ലോട്ട് പറയുന്നു, 3000 പെൺപിള്ളേർ പഠിക്കുന്ന ഒരു കോളേജിലേക്ക് ഒരു ഹീറോ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കൊള്ളാം പ്ലോട്ട്, ഇങ്ങനെ പിടിക്കാം. ഈ ട്രാഫിക്കിൻ്റെ എങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആ ജേണിയാണല്ലോ ആ സിനിമ. അത് അയാളുടെ കയ്യിലിരിക്കുന്ന മാത്രമുള്ളതാണ്. നേരത്തെ അയാൾ ചെയ്ത പടം അത്ര നന്നായിട്ടുമില്ല, എന്നിട്ടും ഇവരെല്ലാവരും കമ്മിറ്റ്. അതാണ് ആ സെൻസ്, എനിക്ക് അങ്ങനെ തോന്നിയേക്കുന്നത്. മാത്രമല്ല ട്രാഫിക് ഒരുപാട് മറ്റുള്ള പ്രധാന ക്യാരക്ടേഴ്സും ഉണ്ട് കഥയിൽ.
എൻ്റെ കഥാപാത്രവും ഒരു സിനിമ നടനാണ്. പക്ഷേ എൻ്റെ അടുത്തത് ലാസ്റ്റിലാണ് വരുന്നത് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. അതൊരിക്കലും എനിക്ക് തോന്നുന്നു മിക്ക ഹീറോസും ചിലപ്പോൾ മടി കാണിക്കുന്ന ഒരു കഥാപാത്രം. കാരണം അത് കുറച്ച് അല്പം ഗ്രേ ഷെയ്ഡൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ആ സിനിമ ഓർക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ആ ക്യാരക്ടറിനോടാണ് താല്പര്യം തോന്നിയത് മറ്റേത് ക്യാരക്ടർ. കാരണം അതാണ് ആ കഥേൻ്റെ ബാക്ക് ബോൺ. ആ ക്യാരക്ടറാണ് ആ കഥേൻ്റെ ബാക്ക് ബോൺ. കാരണം മൊത്തം സിനിമ നടക്കുന്നത് അതിന് വേണ്ടിയാണ്. ആ ആളുടെ മകൾക്ക് വേണ്ടി ചെയ്യുന്നത്. അയാളുടെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്, ഒരു ചെറിയ ഗ്രേ ഷെയ്ഡൊക്കെ ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. സോ എനിക്ക് തോന്നി അതൊരു നല്ലൊരു സംഭവമാണ്. പിന്നെ ഇതൊരു റിയൽ ഇൻസിഡൻറ്റ് കൂടിയാണ്, നടന്നൊരു സംഭവമാണ് ഈ ഹാർട്ട് ഡോണർ എന്നൊക്കെ പറയുന്ന സാധനം. സോ അതൊക്കെയാണ് ഇൻസ്പയർ ചെയ്തത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും ഒരു ഹിറ്റ് പ്രതീക്ഷിക്കാനോ ഒന്നുമല്ല. നല്ല സിനിമ ചെയ്താൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് ഹിറ്റാവും. പലർക്കും അറിയോ ഈ പറഞ്ഞ സ്കൂൾ മാഷായിരുന്നു? കുറവാണ്. ഞാൻ ഇക്കനോട് പറഞ്ഞിട്ട് ഇക്ക ചിരി നിർത്തുന്നില്ല. ഇക്ക ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞതാ, അമ്മച്ചിയാണ് ഞാൻ നമ്മുടെ വടിവേല് പറഞ്ഞ പോലെ നിജമാണ് റൗഡിയാ പറയില്ലേ. ഈ റേസിംഗ് കാർ എന്നത് ഇപ്പോഴും ഈ പറഞ്ഞ ഒരു മോഹമായിട്ട് തുടരുന്നുണ്ട്. കാർ റേസിംഗ് ക്രേസ് അല്ല, കാർ ടൂറിംഗ് ആണ്. അതായത് ഈ റേസ് എന്ന് പറയുന്നത് ഫോർമുല റേസ് ആണോ ഉദ്ദേശിച്ചത്? ഞാൻ ബേസിക്കലി അഡ്വഞ്ചറിസ്റ്റ് ആണ്. ഞാൻ പലതും ചെയ്യും. ഇപ്പം ബൈക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ ഈ ബൈക്കിലോ ലഡാക്ക് അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് സോളോ. ഈ പടത്തിൽ എൻ്റെ സെന്തിലൂടെയൊക്കെ ചെയ്തില്ലേ, അതൊരു അഡ്വഞ്ചർ. അതെ, പിന്നെ യെസ് ഓഫ് കോഴ്സ് ഇവരുടെ കൂടെയൊക്കെ അതും ഒരു അഡ്വഞ്ചറാണ്. ഈ രാവിലെ കാണാറുള്ള സ്വപ്നങ്ങൾ ഇപ്പോഴും വലിക്കാറുണ്ട്. അത് അതിൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് പറ്റുള്ളൂ. അതിനുശേഷം സ്വപ്നങ്ങളൊന്നും. ഇതൊക്കെ പഴയ സംഭവങ്ങളല്ലേ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മോട്ടോർ ബൈക്ക് സൈക്കിളാ അത് ഇപ്പോഴും അതിനെ കുറിച്ചോ? ഇല്ല ഇല്ല ഇല്ല. എൻ്റെ ഫസ്റ്റ് പടത്തിൽ ഞാൻ കണ്ട ഒരു സ്വപ്നം അതൊരു ഇംഗ്ലീഷ് സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നതായിട്ടായിരുന്നു. ഒരു 4 മണിയായിരിക്കണം. കാരണം എനിക്കറിയാം അത് ജസ്റ്റ് ടുവേർഡ്സ് മോർണിംഗ്. പിന്നെ ഞങ്ങളെല്ലാം എഴുന്നേറ്റ് ഷേവ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് എൻ്റെ ഹൗസ് വാർഡൻ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ വിളിക്കുന്നത്. ഇന്നലെ തൊട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ ഷേവ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഞാൻ വന്നു കണ്ടു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് കയറുന്നത്. പറഞ്ഞിട്ടുണ്ട്. അത് ഹിറ്റായിട്ടില്ല. അയ്യോ, ഹ്യൂമർ സെൻസ് കൂടുതലാടാ. ഫുൾ എല്ലാം ഏറ്റുവാങ്ങുന്ന ഞാനും ആ പാവ സെന്തിലുമാണ്. ആൻസനോട് വേറെ എന്തൊരു വാത്സല്യമുണ്ട്. ഞങ്ങളെ രണ്ടുപേരെയും തേച്ചു. ആൻസനടുത്ത് ഹ്യൂമർ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അവൻ വേണമായിരുന്നു. മിസ് ചെയ്യുന്നത് എൻ്റെ റൈറ്റും ലെഫ്റ്റും ഒക്കെ. ഒരിക്കലും ഇങ്ങനെ ഫസ്റ്റ് ടൈം അല്ലല്ലോ. ബാച്ചലർ ബോയ്സ് അതിലും അന്നത്തെ ജനറേഷൻ ഒക്കെ പൃഥ്വി എല്ലാവരുമായിട്ട് ട്രാഫിക്. ഇവരിൽ പഠിച്ച പാഠം സ്നേഹം. അത് ഞാൻ പഠിച്ചൊരു കാര്യം പറയാം. അത് സ്നേഹം അതൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഒന്ന് ഇപ്പോഴത്തെ പല ആളുകൾക്കും നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നമ്മുടെ സിനിമ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പങ്ക്ച്വാലിറ്റി ഫസ്റ്റ് കാര്യം. അതിവർ ഈ പറയുന്ന പത്മനാഭ സാറിൻ്റെയും ഭരതൻ സാറിൻ്റെയും അങ്ങനെ വലിയ സ്കൂളിങ്ങിൻ്റെ വലിയൊരു ഗുണമുണ്ട്. ആ ഷാർപ്പ് ടൈം വന്ന് ഇപ്പോൾ 5 മിനിറ്റ് ആണെങ്കിലും 1 മിനിറ്റ് ആണെങ്കിലും വൈകാറില്ല. വൈകി കഴിഞ്ഞാൽ സോറി ഇട്ടടാ. അപ്പം ഞാൻ എന്തിനാണ് സോറി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതൊന്ന്. 2, നമ്മളിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞിരിക്കുകയായിരിക്കും ഞാൻ സെന്തിലും ആൻസനൊക്കെ. ഇക്ക പറയും, എടാ ഇത് 32ാമത്തെ സീനിൻ്റെ അവിടുത്തെ ഇറങ്ങണേൻ്റെ സീനിൻ്റെ ഷോട്ടാണ്. അതിൻ്റെ ഇമോഷൻ നമ്മൾ ഹാപ്പി അല്ല, ഇത്തിരി സങ്കടത്തിലാണ് ഇറങ്ങുന്ന ടീച്ചറെ കാണാൻ. അപ്പോൾ ആ ഒരു മൂഡ് പിടി. ഈ കണ്ടിന്യൂറ്റി ഒക്കെ ഇല്ലേ നമ്മൾ ടോട്ടൽ സിനിമ. ഞാൻ അന്ന് ചിലപ്പോൾ രാവിലത്തെ ആ സീൻ മാത്രമായിരിക്കും ഞാൻ വായിച്ച് കൺസീവ് ചെയ്തേക്കുന്നത്. ഫുൾ സ്ക്രിപ്റ്റ് അതേപടി ബൈഹാർട്ട് ചെയ്തിട്ട് ആ കണക്ഷനും ഈ സീനും. കാരണം സിനിമയിൽ അറിയാലോ ഓർഡറിലല്ല ഷൂട്ട്, ഷഫിൾ ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഇമോഷൻ എങ്ങനെ പിടിക്കണമെന്നും അത് കറക്റ്റായിട്ട് ചെയ്യണമെന്നും പിന്നെ അങ്ങനെ അധികം ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഇമോഷണലി ഒരു കണ്ണുനീരിൻ്റെ ഐറ്റമൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ സീക്രട്ടാ. അത് ഞാൻ പറയാല്ല, സീക്രട്ടാ.
അതെൻ്റെ ടേപ്പ് സീക്രട്ടാണ്. അപ്പം ഇക്ക ഇതിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും തമാശ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കാണെങ്കിലും സെന്തിലിനാണെങ്കിലും ഇക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മൾ തമാശ ചെയ്യുന്ന കൂടുതലാണോ എന്നൊരു തോന്നലുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കുറേയൊക്കെ റിയലിസ്റ്റിക് ആയാലും ഇപ്പോൾ കുറേ അഭിനയമൊക്കെ ഈ സിനിമ പക്ഷേ ഇത്തിരി ലൗഡാണ്, ആവേശം പോലെ ലൗഡാണ്. അപ്പോൾ ഈ സിനിമയിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ലൗഡ് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇക്ക എപ്പോൾ ചെയ്താലും ഷോട്ട് കഴിയുമ്പോൾ ഇക്ക എന്നോട് സെന്തിലോട് ചോദിക്കും, എടാ ഓക്കെ അല്ലേ, ഓവറായോ? അപ്പം ഞങ്ങൾ പറയും ഇല്ലിക്ക എന്ന് പറയും. അപ്പം തന്നെ ഞാൻ എന്നിട്ട് സെന്തിലോട് ചോദിക്കും, എടാ ഞാൻ ചെയ്ത് ഓവറായി. അപ്പം സെന്തിൽ ഇല്ല, സെന്തിൽ നേരെ ആൻസറോട് ചോദിക്കും, ആൻസറല്ല ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ അടിപൊളി വെച്ചാ എന്ന് പറയും. ഇതേപോലെ ഒരു സീൻ ഞങ്ങൾ 3 പേരും കൂടി ചെയ്തു, ഇക്കയും കൂടെ ഇത്തിരി കയറ്റി കളിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നി. നമുക്കൊരു ഡൗട്ട് ഞങ്ങൾക്കൊരു ഡൗട്ട് കയറ്റി കളിച്ചു എന്ന്. എന്നിട്ട് ഇക്ക ഓക്കെ അല്ലടാ, ഓക്കെ അല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, നല്ലൊരു ഡൗട്ട് ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഓപ്പോസിറ്റ് ഞങ്ങളൊരു ആർട്ടിസ്റ്റ് വന്നു, ആരാന്നൊന്നും പറയില്ല. അയാളുടെ ഒരു കളി കണ്ടു ഞങ്ങൾ, വൻ കളി. ആ കളി കണ്ടു കഴിഞ്ഞപ്പോൾ ഇക്ക എന്നെ വന്നില്ല, പേടിക്കണ്ട നമ്മൾ സേഫാ, എന്തെങ്കിലും ടീമൻ കൊണ്ടുപോക്കോളും, ഇവരും ഏറിക്കോളും, നമ്മൾ സേഫ്. സത്യമായിട്ട് പറഞ്ഞ നമ്മൾ സേഫാന്ന്, അത് എപ്പോഴും ഓർത്ത് ചിരിക്കും ഞങ്ങള്. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്, ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2.